Hello everyone. In നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ Gauss's lawന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറിന് ചുറ്റും ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ഒരു ചാർജ്ഡ് വയർ എടുക്കുക. Q ചാർജ് ആണ് നമ്മൾ അതിൽ കൊടുത്തതെങ്കിൽ നമുക്കറിയാം ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ q/L ആണെങ്കിൽ Q ലാംഡ × L ആണ്. അത് സൈഡിൽ നല്ല ഭംഗിയായി അത് തന്നെ എഴുതി വെക്കാം. ഇനി ഈ ലോങ് വയർ ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ് വയറിന് ചുറ്റും നമ്മൾ എന്താണ് ഒരു സിലിണ്ടറിക്കൽ ഗൗഷ്യൻ സർഫസ് എടുക്കും. സിലിണ്ടറിക്കൽ ഗൗഷ്യൻ സർഫസ് എടുക്കും. സിലിണ്ടർ പുറത്തെടുക്കും. എൻ്റെ ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും അവിടുത്തെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനാണ് അല്ലേ. ഇയും ഡിഎസും ഒരേ ഡയറക്ഷനാണ്. മുകളിലും താഴെയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ നിങ്ങൾ E.ds എടുത്താൽ ഇവിടെ 0 ആയിരിക്കും, അതായത് ഫ്ലക്സ് അവിടെ 0 ആയിരിക്കും. ഇവിടെ നിങ്ങൾ E.ds എടുത്താൽ അവിടെയും ഫ്ലക്സ് 0 ആവും. അപ്പോൾ ഇവിടുത്തെയും കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ കർവ്ഡ് സർഫസ് ഏരിയനെ മാത്രം നമുക്ക് ആലോചിച്ചാൽ മതി. അവിടെ ഇയും ഡിഎസും ഒരേ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഗൗസ്സ് ലോ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ഫ്ലക്സ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഇലക്ട്രിക് ഫീൽഡ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഗൗസ്സ് ലോ എഴുതുക. ഇന്റഗ്രൽ ഓഫ് E.ds Q ഇൻസൈഡ് ബൈ ε0 അല്ലേ. ഇനി ഇവിടുത്തെ കേസ് ഈ കർവ്ഡ് സർഫസ് ഏരിയയിലെ കേസ് നോക്കിയാൽ അവിടെ E.ds എടുക്കേണ്ട ആവശ്യമില്ല. ഇയും ഡിഎസും ഒരേ ഡയറക്ഷനിലാണ്. അപ്പം E × ds എടുത്താൽ മതി. മറ്റോടത്ത് ഞാൻ രണ്ടും പറഞ്ഞു, മറ്റേ മുകളിലും താഴെ ഞാൻ പറഞ്ഞു E.ds എടുക്കുമ്പോൾ 0 ആയിപ്പോൾ അല്ലെ. E.ds cos 90 രണ്ടും 0 ആയിപ്പോൾ. അപ്പം E.ds മാത്രം മതി ഇവിടെ. E.ds Q എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ലാംഡ × L ആണ്. അപ്പോൾ ലാംഡ × L ഡിവൈഡ് ബൈ ε0. ഇവിടെ L എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ L ആണ് കേട്ടോ. R എന്ന് പറഞ്ഞാൽ ഈ R1 കുറച്ച് കഴിയുമ്പോൾ വരും. ലാംഡ L ബൈ ε0. ഇനി ഇവിടെ ഞാൻ പുറത്തേക്ക് എടുക്കും, കാരണം ഈ കർവ്ഡ് സർഫസിലെ എല്ലാ പോയിന്റിലും ഈ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ്റെ ഉള്ളിൽ വെറുതെ ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് പുറത്തെടുത്ത് എഴുതി. അപ്പോൾ ഇന്റഗ്രലിനുള്ള ആര് മാത്രമേ ഉള്ളൂ? ഇന്റഗ്രൽ ഓഫ് ds മാത്രമേ ഉള്ളൂ. ഈ ds എന്ന് പറഞ്ഞാൽ ഈ കർവ്ഡ് സർഫസ് ഏരിയയിലെ ഒരു കുഞ്ഞ് എലമെന്റ് ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ഈ കർവ്ഡ് സർഫസിലുള്ള സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിലുള്ള എല്ലാ dsനെയും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടും? ആ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടും. സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 2 × π × RL 2πRL. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് ds എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ 2πRL ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ E × 2πRL ലാംഡ L ബൈ ε0. എല്ലും കട്ട് ചെയ്യുക. 2πR ഇവിടെ കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് കിട്ടും E ലാംഡ ബൈ 2πR ε0. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇത്രയും എഴുതിയാൽ പരീക്ഷയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ശരി.